ശാന്തി 18/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് ഭൂമിയിലെ ചൈതന്യ നക്ഷത്രങ്ങൾ. നിങ്ങൾ മുഴുവൻ വിശ്വത്തിനും വെളിച്ചം നൽകണം. പകൽ സമയത്ത് ലോകത്തിൽ സൂര്യനുണ്ട്. ആ സൂര്യന്റെ പ്രകാശം എല്ലാവർക്കും എത്തുന്നു, എല്ലായിടത്തും എത്തുന്നു. എന്നാൽ എപ്പോഴാണോ രാത്രിയാകുന്നത്, ആ സമയം കൂടുതലും നക്ഷത്രങ്ങളാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രനും ഉണ്ടാകും. രാത്രിയിലാണ് നക്ഷത്രങ്ങളുടെ മഹിമ അനുഭവപ്പെടുന്നത്. നക്ഷത്രങ്ങളെ കണ്ട് ആത്മാക്കൾക്ക് തൻ്റെ വീടിൻ്റെ ഓർമ്മ പതുക്കെ പതുക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ വരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും നക്ഷത്രങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ ലോകത്തിൽ അന്ധകാരത്തിൻ്റെ സമയമാണ്. ഈ ഘോര അന്ധകാരത്തിൻ്റെ സമയത്ത് ഭൂമിയിലുള്ള ആത്മാക്കൾക്ക് വഴികാട്ടിയാകുന്നത് ഭൂമിയിലെ നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മൾ ബാബയുടെ കുട്ടികളാണ്. നമ്മൾ മുഴുവൻ ലോകത്തിലുള്ളവർക്കും വെളിച്ചം നൽകുന്നവരാണ്. അതായത് ലോകത്തിന് വഴി കാട്ടിക്കൊടുക്കുന്നവരാണ്. നാം നമ്മുടെ മുഖത്തിലൂടെ, വൈബ്രേഷനിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് വഴി കാട്ടിക്കൊടുക്കേണ്ടത്. ചോദ്യം: ശിവബാബ നിങ്ങൾ കുട്ടികളുടെ ശരീരം തങ്കമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഉത്തരം: ബ്രഹ്മമാതാവിലൂടെ നിങ്ങൾക്ക് ജ്ഞാനപ്പാൽ നൽകി നിങ്ങളുടെ ശരീരം തങ്കമാക്കി മാറ്റുന്നു. ഇതിനാലാണ് ബാബയുടെ മഹിമയിൽ പറയുന്നത് അങ്ങ് തന്നെ മാതാവും പിതാവും എന്ന്. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മമാതാവിലൂടെ ജ്ഞാനപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നിങ്ങളുടെ എല്ലാ പാപവും നശിക്കും, തങ്കമായി തീരും. ആത്മാവിൻ്റെ ഗുണനിലവാരമനുസരിച്ചാണ് ശരീരവും ലഭിക്കുന്നത്. ആത്മാവ് എപ്പോഴാണോ തങ്കം പോലെ ആയിരുന്നത്, ശരീരവും അതുപോലെയായിരുന്നു. ഇപ്പോൾ ആത്മാവിൻ്റെ നിലവാരം തമോ പ്രധാനമായത് കാരണം ശരീരവും അതുപോലെ ദുഃഖം തരുന്നതാണ്. രോഗവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും നിറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്ന് ബാബ എങ്ങനെയാണ് നമ്മുടെ ശരീരം തങ്കസമാനം ആക്കുന്നത്? ബാബ പറയുന്നു, ബ്രഹ്മമാതാവിലൂടെ നമ്മൾക്ക് ജ്ഞാനത്തിൻ്റെ പാൽ തരികയാണ്. ആത്മാവ് എപ്പോഴീ ജ്ഞാനം മനസ്സിലാക്കുമോ, അപ്പോൾ ജീവിതത്തിൽ ധാരണ ചെയ്ത് ആത്മാവ് തനി തങ്കമായി തീരുന്നു. എപ്പോൾ ആത്മാവ് തങ്കമായി തീരുന്നുവോ അതിനനുസരിച്ച് ശരീരവും സത്തോ പ്രധാനമായത് ലഭിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആത്മാക്കളെ പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് ബാബയ്ക്ക് അങ്ങ് തന്നെയാണ് അച്ഛനും അമ്മയും സഖാവും ബന്ധുവും എന്നുള്ള മഹിമയുള്ളത്. ബാബ നൽകുന്ന ഈ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ നമ്മളിൽ നിന്ന് എല്ലാ പാപവും നശിക്കുന്നു. നമ്മൾ സ്വയം തനി തങ്കമായി മാറുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആത്മാവിനെ തങ്കമാക്കി മാറ്റുന്നതിന് ഓരോരുത്തരും പരസ്പരം മുന്നറിയിപ്പ് നൽകണം. മന്മനാഭവയുടെ സൂചന നൽകണം. യോഗബലത്തിലൂടെ പവിത്രമായി തിളങ്ങുന്ന നക്ഷത്രമായി മാറണം. 2. ഈ പരിധിയില്ലാത്ത ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നാടകത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി സ്വദർശന ചക്രധാരി ആകണം. ജ്ഞാന അഞ്ജനം നൽകി മനുഷ്യരെ അജ്ഞാനത്തിൻ്റെ ഘോര അന്ധകാരത്തിൽ നിന്ന് മാറ്റണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ആത്മാവിനെ സ്വർണമാക്കുന്നതിന് സ്വയം മുന്നേറണം, സ്വയം പരിശ്രമിക്കണം, മറ്റുള്ളവർക്കും വഴികാട്ടിയാകണം, മറ്റുള്ളവർക്കും മുന്നറിയിപ്പ് നൽകണം, അവരുടെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരണം. ബാബയെ ഓർമ്മിക്കൂ എന്നതാണ് നാം എല്ലാവർക്കും നൽകുന്ന സൂചന. ഇതിലൂടെ
നമ്മൾ യോഗബലം വർദ്ധിപ്പിക്കുന്നു. ഈ യോഗബലത്തിലൂടെയാണ് നാം പവിത്രമാകുന്നത്. പവിത്രമാകുമ്പോഴാണ് നാം ഈ ലോകത്തിന് വെളിച്ചം നൽകുന്ന തിളങ്ങുന്ന നക്ഷത്രമാകുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ നാടകം എന്നത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. എന്ത് ഈ നാടകത്തിൽ നടക്കുന്നുവോ അതെല്ലാം ഈ നാടകത്തിൽ ഫിക്സ് ആയിട്ടുള്ളതാണ്. എന്നാൽ എന്താണ് ഫിക്സ് ആയിട്ടുള്ളത് എന്നത് നാം അറിയാത്തത് കാരണം നമ്മൾ നാടകം ഉണ്ടാക്കുകയുമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാൻ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. വഴി അവിടെ ഫിക്സാണ്. എന്നാൽ ആ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നത് നമ്മൾക്ക് മുന്നേ അറിവുണ്ടാവില്ല. കാരണം അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ സ്വന്തം ചോയ്സാണ് നാം എന്താണ് ഫീൽ ചെയ്യാൻ പോകുന്നത് എന്ന്. അതിനാൽ ഈ നാടകം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്, എന്നാൽ ഉണ്ടായിക്കൊണ്ടും ഇരിക്കുകയാണ്. ഈ കാര്യം വളരെ നന്നായി മനസ്സിലാക്കുന്നതിലൂടെ നാം സ്വദർശന ചക്രധാരിയായി തീരുന്നു. ഈ ജ്ഞാനം എന്നത് അഞ്ജനം പോലെയാണ്, കൺമഷി പോലെയാണ്. എഴുതുന്നതിലൂടെ കണ്ണുകളിൽ തിളക്കം വരുന്നു, അതായത് അന്ധകാരത്തിൽ നിന്ന് മാറുന്നു. നാം സ്വയം അന്ധകാരത്തിൽ നിന്ന് മാറി മറ്റുള്ളവരെയും അന്ധകാരത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. വരദാനം: ബാലകനിൽ നിന്നും അധികാരിയാണ് എന്ന സ്മൃതിയിലൂടെ സർവസമ്പത്തുകളും സ്വന്തമാക്കുന്ന സ്വരാജ്യ അധികാരിയായി ഭവിക്കട്ടെ. ഈ സമയം താങ്കൾ കുട്ടികൾ വെറും ബാലകർ മാത്രമല്ല, എന്നാൽ ബാലകരിൽ നിന്നും അധികാരിയുമാണ്. ഒന്ന് സ്വരാജ്യ അധികാരി എന്ന അധികാരി, മറ്റൊന്ന് ബാബയുടെ സമ്പത്തിന്റെ അധികാരി. എപ്പോൾ സ്വരാജ്യ അധികാരിയാണോ അപ്പോൾ സ്വയം സർവകർമ്മേന്ദ്രിയങ്ങളും ഓർഡർ അനുസരിച്ചായിരിക്കും. എന്നാൽ സമയമനുസരിച്ച് അധികാരി എന്ന സ്മൃതി മറവിപ്പിച്ച് വശപ്പെടുത്തുന്നത് ഈ മനസ്സാണ്. ഇതിനാൽ ബാബ തന്ന മന്ത്രമാണ് മന്മനാഭവ. മന്മനാഭവ ആയിരിക്കുന്നതിലൂടെ ഒരു വ്യർത്ഥ കാര്യത്തിന്റെയും പ്രഭാവം ഉണ്ടാകില്ല. സർവസമ്പത്തുകളും തന്റേതെന്ന അനുഭവം ഉണ്ടാകും. നാം ബാബയുടെ ബാലകരാണ്, എന്നാൽ അധികാരികളുമാണ്. ഒന്നാണ് സ്വരാജ്യ അധികാരി എന്ന അധികാരം, രണ്ടാമത്തേത് ബാബയുടെ സമ്പത്തിന്റെ അധികാരി. ആര് സ്വരാജ്യ അധികാരിയായിരിക്കുമോ അവർ സർവകർമ്മേന്ദ്രിയങ്ങളെയും, അതായത് ശരീരത്തിലെ 5 കർമ്മേന്ദ്രിയങ്ങളും ആത്മാവിലെ 3 ജ്ഞാനേന്ദ്രിയങ്ങളും, എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ഓർഡർ അനുസരിച്ചായിരിക്കും. എന്നാൽ ഇടയ്ക്കിടെ മനസ്സ് ഈ സത്യമായ കാര്യം മറവിപ്പിച്ച് കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെടുത്തുന്നു. ഇതിൽ നിന്ന് മുക്തമാകുന്നതിന്, ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ബാബ തന്നിട്ടുള്ള മന്ത്രമാണ് മന്മനാഭവ. മന്മനാഭവ എന്നാൽ മനസ്സ് ബാബയിൽ വയ്ക്കൂ, ബാബയെ ഓർമ്മിക്കൂ, ബാബ പറഞ്ഞിട്ടുള്ള ജ്ഞാനം ഓർമ്മിക്കൂ. ഈ മന്മനാഭവ സ്ഥിതിയിലിരിക്കുന്നതിലൂടെ ഒരു കാര്യത്തിൻ്റെയും വ്യർത്ഥ പ്രഭാവം ഉണ്ടാകില്ല. മാത്രമല്ല സർവസമ്പത്തും സ്വന്തമാണ് എന്ന അനുഭവം ഉണ്ടാകും. സ്ലോഗൻ: പരമാത്മാ സ്നേഹത്തിന്റെ ഊഞ്ഞാലിൽ പറക്കുന്ന കലയുടെ സന്തോഷം ആഘോഷിക്കുക. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠ ഭാഗ്യം. ഏറ്റവും ഉയർന്ന ഭാഗ്യമെന്നാൽ പരമാത്മാ സ്നേഹത്തിൽ സന്തോഷത്തോടെ നാം സ്വയം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഉയർച്ചയുടെ സന്തോഷം അനുഭവിക്കുകയാണ് എന്ന സ്ഥിതിയാണ്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യമാണ്. കാരണം സ്വയം പരമാത്മാവിൻ്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നു. നമ്മുടെ സ്നേഹം മുഴുവനായും പരമാത്മാവിൻ്റേതാണ്. അതുകൂടാതെ നാം സ്വയം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗ്യം
ഉയർന്നത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഓം ശാന്തി.